കൊല്ലം പോളയത്തോട് അവിടെ റോഡിന് സൈഡിലുള്ളൊരു നടപ്പാത, അവിടെ സ്ലാബുകൾ ശോചനീയമായ അവസ്ഥയിലാണ്. ഒന്ന് കണ്ണു തെറ്റിയാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. AV ജയശങ്കർ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. ജയശങ്കർ, പറയൂ, എന്താണ് അവിടുത്തെ സാഹചര്യം? അതായത് കൊല്ലം നഗരമാണ്, ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ കൊല്ലം നഗരത്തിലെ ഓടകളുടെ പോളയത്തോട് ഭാഗത്താണ് നമ്മളുള്ളത്. ഈ പോളയത്തോട് മാത്രമല്ല, ഈ നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ റോഡിൽ ഇങ്ങനെ ഓടകളൊക്കെ ഇളകി നിൽക്കുന്നൊരവസ്ഥയാണ്. നമുക്ക് നേരിട്ട് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏതോ വാഹനമൊക്കെ കയറി തകർന്ന ഓടയാണ്. പക്ഷേ ഇതിങ്ങനെ നിലതെറ്റി നിൽക്കുന്നൊരവസ്ഥയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളമൊക്കെ കയറിയാൽ വണ്ടികൾ ഇതിലേക്ക് തട്ടി വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ ആകെ എല്ലാ സ്ലാബുകളും ആകെ മൊത്തത്തിൽ ഇളകി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ഈ സ്ലാബൊക്കെ ഡിസോർഡറായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പോളയത്തോട് ഈ ഭാഗത്ത് ഈ റോഡിലേക്കൊക്കെ നോക്കിയാൽ വൈകുന്നേരം ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറും. വൈകുന്നേരം വലിയ തോതിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ആളുകളൊക്കെ ഒരുപക്ഷെ ഈ റോഡിന് സൈഡിലൂടെയുള്ള ഈ ഓടയിലൂടെ ഇങ്ങനെ നടന്നു വീഴുമ്പോൾ പെട്ടെന്ന് കുഴിയിലേക്ക് വീഴാനും അപകടം പറ്റാനൊക്കെയുള്ള സാധ്യത എന്തായാലും കൂടുതലാണ്. നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ചേട്ടാ, ഇതെന്താ ഇങ്ങനെ കുറെ കാലം കിടക്കാൻ പറഞ്ഞു? ഇത് ഒരുപാട് ആളുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ റോഡിലൊക്കെ ഇതേപോലെ തന്നെ അവസ്ഥയല്ലേ മൊത്തം? ആളുകൾ വീണിട്ടുണ്ട് അവിടെ. ഇവിടെ ആളുകൾ വീണിട്ടുണ്ടോ മുമ്പ്? ഇതിനു മുമ്പ് ഇവിടെ ഇലക്ഷൻ പിടിക്കാനും വോട്ട് ചോദിക്കാനും എല്ലാവരും വരും. പക്ഷെ ഇതിൻ്റെ അത് ഒരു നേതാക്കന്മാരെയും കണ്ണി പെട്ടിട്ടില്ല. ഇത് ഓടകളൊക്കെ ശരിയാക്കണമല്ലേ? അത് റെഡിയാക്കിയേ പറ്റൂ. അത് എന്തായാലും ഓടകൾ ശരിയാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വോട്ട് പിടിക്കാനൊക്കെ വരും, പക്ഷേ ഓടകൾ ശരിയാക്കുന്നില്ലെന്ന് അവർ പറയുന്നത്. അവരുടെ ഒരു ആശങ്കയുണ്ട്. എന്തായാലും പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും എല്ലാം ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ളൊരു കാര്യമാണ് കൊല്ലം നഗരത്തെ സംബന്ധിച്ച്. ഈ ഓടകൾ, ഇതിലെ സ്ലാബുകൾ കാൽനടക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഈ കൊല്ലത്തെ കാഴ്ചയാണ് ഇപ്പോൾ AV ജയശങ്കർ നേരിട്ട് കാണിച്ചത്.